ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ളോഗ്. FTA വ്ളോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? പഠിത്തമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ടാവും അല്ലേ? നാളെയാണ് ഫിസിക്സ് പരീക്ഷ, മറ്റന്നാളാണ് കെമിസ്ട്രി പരീക്ഷ. അതിൻ്റെ പാഠഭാഗങ്ങൾ പഠിക്കുന്ന ഒരു തിരക്കിലായിരിക്കും. നാളെ നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വൈകിട്ടായിരിക്കും നിങ്ങൾ കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി പഠിത്തം ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിത്തം തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ മാത്രം ഒന്ന് വീഡിയോ പ്ലേ ചെയ്തൊന്ന് പഠിച്ചോ എന്ന് ഉറപ്പ് വരുത്തുക. വളരെ സ്പീഡിലാണ് ഞാൻ പറയുന്നത്, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് വളരെ സ്പീഡിലാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതൊരു പ്രയോജനപ്രദമായി മാറാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ചിലപ്പോൾ പഠിക്കാത്ത കുട്ടികൾക്ക് ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത് എന്നൊരു തോന്നലും ഉണ്ടാവും. എന്നിരുന്നാലും പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് ഇതൊരു ഉപകാരപ്രദമാകും എന്ന രീതിയിലാണ് ഈ എപ്പിസോഡ് ഇവിടെ ഇടുന്നത്. നിങ്ങളിത് കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇതിന് ശേഷം ഉള്ള പാഠങ്ങൾ ഞാൻ 1-2 കൂടി ഇടാൻ ശ്രമിക്കും. മാത്രമല്ല, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് കുളിർമയാക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വിഷ് ചെയ്യുന്ന ഒരു എപ്പിസോഡും കൂടി ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അത് ചെയ്യണം. നിങ്ങൾ ഏതാനും ക്ലാസ്സുകൾ കാണുക. ആദ്യത്തെ 3 ചാപ്റ്ററാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി, അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഒരു 15 മാർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന രീതിയിൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ബൈ. ക്ലാസ്സിലേക്ക് പോകാം. ഇനി അങ്ങോട്ട് സ്പീഡാണ് കേട്ടോ. ഓക്കെ ശരി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി. ആദ്യം പഠിക്കേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലോജിക്ക് പറഞ്ഞു തരാം. 0 എന്നില്ലാത്ത കേസാണെങ്കിൽ അത് എല്ലാ സംഖ്യകളും സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. എക്സാമ്പിൾ 285, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 4235, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ, ഇനി 0 മുന്നിൽ വരികയാണെങ്കിൽ 0.03, അപ്പോൾ അതിനെ 10ൻ്റെ പവറായിട്ട് എഴുതുക. 3 × 10⁻². ആ 10⁻² ഭാഗം അങ്ങ് വിട്ടുകളയുക. അപ്പോൾ നമുക്ക് 3 എന്ന് മാത്രം കിട്ടി. അപ്പോൾ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 0.25, 25 × 10⁻². 10⁻² വിട്ടുകളയുക. 25, 25, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി 0 ഇടയിൽ വരുന്ന കേസ് 2005, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 2.005, 10ൻ്റെ പവറാക്കി എഴുതൂ. 2.005നെ 2005 × 10⁻³ 10⁻³ കളഞ്ഞു. അപ്പോൾ എത്രയാണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇങ്ങനെ 0 മുന്നിൽ വരികയാണെങ്കിലും 0 ഇടയിൽ വരികയാണെങ്കിലും ഇങ്ങനെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാം. രണ്ടാമത്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. 4 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലാവോസിയർ. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. എക്സാമ്പിൾ എഴുതാൻ മറക്കരുത്. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. എവിടെ പോയിട്ട് ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും അതിലെ എലമെൻസിൻ്റെ മാസിൻ്റെ റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. പ്രോസ്റ്റ് ആണ് അത് കണ്ടെത്തിയത്. അടുത്തത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ജോൺ ഡാൾട്ടൺ ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ when 2 elements combines to form more than one compound, different mass of one of the element which combines with the fixed mass of the other bear a simple ratio. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അടുത്തത് എന്താണ് ഗെയിൽ-സാക്സ് കമ്പൈനിങ് വോളിയം പറയുന്നത്? when gaseous reactant combines to form gaseous product, there exists a simple ratio by volume. ഗ്യാഷ്യസ് ആയ റിയാക്റ്റൻറ്റും ഗ്യാഷ്യസ് ആയ പ്രൊഡക്റ്റും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വോളിയത്തിൽ ഒരു റിലേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഗെയിൽ-സാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം പറയുന്നത്. അവസാനത്തെ ലോ ആണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ പറയുന്നത് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇതാണ് 4 പ്രധാനപ്പെട്ട ലോ. അടുത്ത് നമ്മൾ പോകുന്നത് ഡാൾട്ടൺസ് ലോ ഓഫ് അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ് അടുത്ത പോയിന്റ്. എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നത്? മാട്രിക്സ് മേഡ് അപ്പ് ഓഫ് സം എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. Atoms can neither be created nor destroyed. Atoms of same element are identical in all respect. Atoms of different element are different. എന്നതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നത് എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അറ്റോമിക് മാസ് യൂണിറ്റും മോൾ കൺസെപ്റ്റും വാല്യൂ പഠിക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1/12 ഓഫ് മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റമാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് നിങ്ങൾ ബൈഹാർട്ട് ഇപ്പം തന്നെ ചെയ്യുക. 1.99 × 10⁻23. ഈ 1.99 × 10⁻23യെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.166 ഇൻറ്റു 10⁻⁻23. അതിനെ 1.66 ഇൻറ്റു 10⁻⁻24 എന്ന് പറയുന്നതാണ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ കാൽക്കുലേഷൻ നേരെ തലതിരിച്ചാൽ മതി. അതായത് 12/1.99 ഇൻറ്റു 10⁻⁻23 എന്നെടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻⁻24 ആയിരിക്കും. അതാണ് മോൾ. ഞാനിവിടെ പറഞ്ഞ ലോജിക്ക് AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1.99 ഇൻറ്റു 10⁻⁻23 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നാൽ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തലതിരിക്കുക, 12നെ 1.99 ഇൻറ്റു 10⁻⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1.99 ഇൻറ്റു 10⁻⁻23 നിങ്ങൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് AMU 1.66 ഇൻറ്റു 10⁻⁻24. എന്നാൽ 12 ഗ്രാമിനെ 1.99 ഇൻറ്റു 10⁻⁻23 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പർ. ഇതാണ് അത് തമ്മിലൊരു ബന്ധം. ഓക്കെ, ആ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ അറിയുന്നത് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അതിലെ ഡിജിറ്റിനെയൊക്കെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതാണ് എംപിരിക്കൽ ഫോർമുല. എക്സാമ്പിൾ C6H6 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക CH എന്ന് കിട്ടും. അതാണ് എംപിരിക്കൽ ഫോർമുല. എന്നാൽ C6H6 എന്ന് പറയുന്നതാണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല, ബെൻസീൻ്റെത്. ഓക്കെ, അടുത്തത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കുറേ സംഖ്യകൾ ഉണ്ടാവുമല്ലോ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയ സംഖ്യ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോ കിട്ടും. ആ റേഷ്യോയിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കിട്ടും. എംപിരിക്കൽ ഫോർമുലയെ നമ്മൾ മോളിക്കുലാർ ഫോർമുലയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ഫോർമുലയുണ്ട്. എന്താ? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n ഈക്വൽ ടു മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അവസാനമായിട്ട് വരുന്നതാണ് കോൺസെൻട്രേഷൻ ടെക്നിക്സ്. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, അതുപോലെ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ് ഒക്കെ. അതായത് നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മൊളാരിറ്റി. എന്നാൽ നമ്പർ ഓഫ് മോൾസിനെ വെയിറ്റ് ഓഫ് ദ സോൾവെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മൊളാലിറ്റി. മാറിപ്പോകരുത്. അതുപോലെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ നമ്പർ ഓഫ് മോൾസിനെ ആകെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, മാസ് ഓഫ് ഒരു കമ്പോണൻറ്റിൻ്റെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മാസ് പെർസെൻറ്റേജ്. വോളിയം ഓഫ് ദ ഒരു കമ്പോണൻറ്റ് ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വോളിയം പെർസെൻറ്റേജ്. ഇത് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അവസാനം വരുന്നതാണ് ലിമിറ്റിംഗ് റിയേജൻ. അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മാസ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മോൾ പ്രൊപ്പോർഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൻ്റെ മാസ് കുറച്ച് തരികയാണെങ്കിൽ ആ കണ്ടന്റ് ആയിരിക്കും പ്രൊഡക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുക. ആ കണ്ടന്റിനെയാണ് എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് റിയേജൻ എന്ന് വിളിക്കുക. ഇത്രയാണ് സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന സാധനത്തിനുള്ള നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളവ. ഓക്കെ, അടുത്തത് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അറ്റോമിക് സ്ട്രക്ചറിന്റെ തുടക്കത്തിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറിയെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയുടെ ഡിസ്കവറിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജിനെ കുറിച്ചും മാസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അവിടെയുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അടുത്തായിട്ട് ഡിസ്കവറി ഓഫ് മോഡൽ ഓഫ് ആറ്റംസ് ആണ്. ഡിസ്കവറി ഓഫ് മോഡൽ ആറ്റംസിൽ ആദ്യം വരുന്നത് പ്ലം പുഡിംഗ് മോഡൽ, J.J. തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ആണ്. രണ്ടാമത്തെ വരുന്നതാണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഒരു ഇൻഫറൻസ് ഉണ്ട്. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എക്സ്പെരിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് എഴുതേണ്ടത്. എക്സ്പെരിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ. എന്നാൽ മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റിനെ കുറിച്ച് പല ആൾക്കാർ എഴുതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എഴുതരുത്. മോഡൽ ഓഫ് ആറ്റത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മോഡൽ ഓഫ് ആറ്റം എന്താണെന്നുള്ള ആ ഒരു 5-6 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് വിത്ത് വെരി ഹൈ സ്പീഡ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ആ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ പറയേണ്ടത്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തുടങ്ങിയ സാധനങ്ങൾ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നാൽ എന്ത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻക്രീസിംഗ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, കോസ്മിക് റേസ്, ഗാമ റേസ്, എക്സ് റേസ് തുടങ്ങിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒരു ഓർഡറിൽ എഴുതുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻഡിക്കേറ്റ് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത്, വേവ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ അടുത്ത് വരുന്നതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയാണ്. അബ്സോർബ് ഓൾ റേഡിയേഷൻ ഫാളിങ് ഓൺ ഇറ്റ് ആൻഡ് എമിറ്റ് ഓൾ ദ റേഡിയേഷൻ.
അതുപോലെ ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഫിനോമിനൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റാത്ത ഫിനോമിനൻസ് ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നും ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫിനോമിനൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടി ഉപയോഗിച്ച മെക്കാനിസമാണ് ക്വാണ്ടം മെക്കാനിസം എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി എന്താണെന്ന് അറിയണം. ഈച്ച് ക്വാണ്ടം ഈസ് അസോസിയേറ്റ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി E=hν എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത് വരുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. വെൻ ലൈറ്റ് ഈസ് ഫാളിംഗ് ഓൺ എ ലൈറ്റർ മെറ്റൽസ്, ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. For occurring this one, a minimum frequency is needed, that is called the threshold frequency. Then number of electrons emitted is directly proportional to intensity of incident radiation. Kinetic energy of ejected electron is directly proportional to frequency of incident radiation തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. അറ്റോമിക് സ്പെക്ട്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ ഗ്യാസ് ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടുക. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് തുടങ്ങിയ സീരീസുകളുണ്ട്. അത് ലൈൻ എത്തിച്ചേരുന്ന ലെവൽ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എന്ന റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും. അപ്പോൾ ബാൾമർ ലൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലൈനിലേക്കാണ് റേഡിയേഷൻ വരിക. ലൈമൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിലേക്കാണ് റേഡിയേഷൻ റിട്ടേൺ വരിക. തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കണം. അതുപോലെ അത് കഴിഞ്ഞ ശേഷം വരുന്നതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബോർ എനർജി എന്താണ്, ഓരോ ഓർബിറ്റിന് എനർജി എന്താണ്, ഓർബിറ്റിൻ്റെ റേഡിയസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. തുടർന്ന് വരുന്നതാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ λ=h/mv. അത് മറക്കരുത്. λ=h/mv എന്നുള്ളതാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ സൈമൾട്ടേനിയസ്ലി ബോത്ത് ആൻഡ് വെലോസിറ്റി ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ വിത്ത് അബ്സലൂട്ട് ആക്യുറസി ആൻഡ് സെർട്ടൈനിറ്റി. അതിൻ്റെ ഇക്വേഷൻ മറന്നു പോകരുത്. Δx × Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അടുത്തായിട്ട് വരുന്നതാണ് ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പർ 4 എണ്ണം ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഏറ്റവും പുറമേയുള്ളത് ഷെല്ലിനെ കുറിച്ച് പറയുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഷെല്ലകത്ത് അടങ്ങിയിരിക്കുന്ന സബ്ഷെല്ലിനെ കുറിച്ച് പറയുന്നതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റിനെ കുറിച്ച് പറയുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്നതാണ്, ഇലക്ട്രോണിൻ്റെ റൊട്ടേഷനെ കുറിച്ച് പറയുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടം നമ്പറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽസിനെ കുറിച്ചിട്ടാണ്. എസ് ഓർബിറ്റിൻ്റെ ഷേപ്പ്, പി ഓർബിറ്റിൻ്റെ ഷേപ്പ്, നിങ്ങൾ ഡി ഓർബിറ്റിൻ്റെ ഷേപ്പ്, മൂന്നിൻ്റെ ഷേപ്പും അത് വരക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് വരുന്നതാണ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ. അത് കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് ആദ്യം വരുന്നത് ഡിസ്കവറി ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. ഫസ്റ്റ് വൺ ഈസ് ലാവോസിയേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഹി ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സെക്കൻഡ് വൺ ഡോബറിനിയേഴ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. അദ്ദേഹം ഡോബറിനിയേഴ്സ് classification is based on a triad known as law of triad. According to this method, when 3 elements are arranged in the increasing order of atomic mass of the middle element is average of other 2. നിങ്ങൾ അവിടെ എഴുതേണ്ട എക്സാമ്പിൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന എക്സാമ്പിളാണ്. ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മാസ് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ മാസ് നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ അടുത്ത് വരുന്നതാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്. വെൻ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്, പ്രോപ്പർട്ടി ഓഫ് ദ 8th എലമെൻറ്റ് ഈസ് സിമിലർ ടു പ്രോപ്പർട്ടി ഓഫ് ദ ഫസ്റ്റ് വൺ. ആ സമയത്ത് ഇനേർട്ട് ഗ്യാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 8ാമത്തെ എലമെൻറ്റ്സ് ലിഥിയത്തിന് തൊട്ട് താഴെ വരുന്നതുകൊണ്ടാണ് 8 നോട്ട് വരുന്ന ഒരു കേസ് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ലോദർമേഴ്സ് ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം എലമെൻസിൻ്റെ പ്രോപ്പർട്ടിയെ അറ്റോമിക് മാസിനെതിരെ പ്ലോട്ട് ചെയ്തപ്പോൾ ഒരു ഗ്രാഫ് ലഭിച്ചു. അതാണ് വോളിയം, ഡെൻസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം സ്റ്റഡി ചെയ്ത് ലോദർമേഴ്സ് ക്ലാസിഫിക്കേഷൻ. അടുത്തായിട്ട് വരുന്നതാണ് മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലോ ഉണ്ട്. ആ ലോക്ക് വിളിക്കുന്ന പേരാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് മാസ്. അത് മറക്കാണ്ടിരിക്കുക. Atomic mass. When elements are arranged in the increasing order of atomic mass, he found that same property, elements repeating in an interval of time, and he at that time he noted only 63 elements. While arranging these 63 elements, he left some vacant space for undiscovered elements. അതായത് ഇക്ക അലൂമിനിയം, ഇക്ക സിലിക്കൺ തുടങ്ങിയ എലമെൻറ്റുകൾ ഒക്കെ അദ്ദേഹം കണ്ടെത്താത്തതുകൊണ്ട് അവിടെ എഴുതി വെച്ചു. ഇക്ക സിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കന് ശേഷം വരുന്ന എലമെൻ്റായ ജർമാനിയമാണ്. ഇങ്ങനെ
മെൻ്റലിസ്റ്റ് പീരിയോഡിക് ലോ ഇങ്ങനെ ക്രമീകരിച്ചു. അടുത്തായിട്ട് വരുന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത് physical and chemical properties of the elements are periodic function of atomic number. Mendel's periodic law, modern periodic law മാറിപ്പോരുത്. Mendel's atomic mass, modern periodic law atomic number. Henry Moseley passed X radiation through various elements and noted their frequency. ആ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അദ്ദേഹം ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. Then he got a straight line. A regular repeating pattern is observed while taking atomic number instead of atomic mass. So he selected the basic criteria for classification for elements is as atomic number. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലോങ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടാണ്. ലോങ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ഓരോ ഗ്രൂപ്പിൻ്റെയും കോൺഫിഗറേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ജനറൽ കോൺഫിഗറേഷൻ. അത് കഴിഞ്ഞാൽ വരുന്നതാണ് നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ്. അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 വരുന്ന എലമെൻറ്റ്സിന് IUPAC നോമൻക്ലേച്ചറിന് ചില സജഷൻസ് നൽകിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ള നമ്പേഴ്സിന് അൺ, ബൈ, ട്രൈ, ക്വാഡ്, പെൻഡ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, ഇന്ന് എന്ന രീതിയിൽ ഒരു നമ്പർ കൊടുത്തിട്ട് അതിനൊരു നെയിമിങ് രീതി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാനൊരു എപ്പിസോഡിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കേൾക്കുക. അത് കഴിഞ്ഞാൽ വരുന്നതാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ 5 എണ്ണം നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്താണ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇലക്ട്രോൺ, സിംഗിൾ ആറ്റത്തിൻ്റെ അറ്റോമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യുന്നത്. സോ ബോണ്ടഡ് ആറ്റത്തിൻ്റെ അറ്റോമിക് റേഡിയസ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അറ്റോമിക് റേഡിയസ് താഴോട്ട് വരുന്തോറും ഷെല്ലിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് അറ്റോമിക് റേഡിയസ് കൂടുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും അറ്റോമിക് റേഡിയസ് കുറയുന്നു. ഷെല്ലിൻ്റെ എണ്ണം അവിടെ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നതുകൊണ്ട്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കൂടുന്നതുകൊണ്ടാണ് സൈസ് കുറയുന്നത്. ആ കാര്യം അവിടെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അറ്റോമിക് റേഡിയസിനെ കുറിച്ചിട്ടാണ്. കോവാലൻ്റ് റേഡിയസ്, വാണ്ടർവാൾസ് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കോവാലൻ്റ് റേഡിയസ് വാണ്ടർവാൾസ് റേഡിയസിനേക്കാൾ വളരെ കുറവാണ്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അവിടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോവാൽ റേഡിയസ് എന്ന് പറയുമ്പോൾ ഓർബിറ്റുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഓർബിറ്റിൽ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ന്യൂക്ലിയസുകൾക്കിടയിലെ ദൂരം കുറഞ്ഞു വരും. എന്നാൽ വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. വേറെ 2 മോളിക്യൂളും മറ്റൊരു വേറെ 2 മോളിക്യൂളും തമ്മിൽ ബോണ്ട് ഉണ്ടാവുകയും ഈ 2 മോളിക്യൂൾ തമ്മിൽ വെറുതെ അടുത്തേക്ക് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയസ് ആണ് വാണ്ടർവാൾസ് റേഡിയസ്. അപ്പോൾ അവിടെ ഓവർലാപ്പിംഗ് ഇല്ല. അതുകൊണ്ട് വാണ്ടർവാൾസ് റേഡിയസ് എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും കോവാൽ റേഡിയസിനെ അപേക്ഷിച്ച്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്തായി അറിഞ്ഞിരിക്കേണ്ടതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സെയിം ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, ഇലക്ട്രോൺ സെയിം ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് നമുക്ക് എടുത്ത് നോക്കാം. F-. അപ്പോൾ അവിടെ 9, 1, 10 ഇലക്ട്രോൺസ്. Na+, 11 1 ഇലക്ട്രോൺ പോയാൽ 10 ഇലക്ട്രോൺസ്. അതുപോലെ തൊട്ടടുത്തുള്ള മെഗ്നീഷ്യം 2+, Mgയിൽ നിന്നും 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാലും 10 ഇലക്ട്രോൺസ്. അപ്പോൾ F-, Na+, Mg2+, ഇത് 3ലും 10 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അറ്റോമിക് നമ്പർ Fന് 9, സോഡിയത്തിന് 10, സോഡിയത്തിന് 11, മെഗ്നീഷ്യത്തിന് 12, ആ രീതിയിലാണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ആർക്കാണ് സ്മോളർ സൈസ്, ആർക്കാണ് ഗ്രേറ്റർ സൈസ് എന്നൊക്കെ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ആർക്കാണോ അറ്റോമിക് നമ്പർ കൂടുതൽ അയാൾക്കാണ് സൈസ് കുറവ്. ഇപ്പോൾ മെഗ്നീഷ്യത്തിനാണ് അറ്റോമിക് നമ്പർ 12, അതുകൊണ്ട് 10 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, സൈസ് കുറവായിരിക്കും. F- അറ്റോമിക് നമ്പർ 9 ഉള്ളൂ, 10 ഇലക്ട്രോൺസ് തന്നെ അട്രാക്ട് ചെയ്യണം, അപ്പോൾ അതിന് അറ്റോമിക് സൈസ് കൂടുതലായിരിക്കും. ആ രീതിയിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അടുത്തായിട്ട് വരുന്നതാണ് സൈസ് ഓഫ് ദ കാറ്റോൺ ഈസ് സ്മോളർ ദാൻ സൈസ് ഓഫ് ദി ആനിയോൺ എന്ന് പറയാൻ കാരണം കാറ്റോൺ ഉണ്ടാകുന്ന ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ടാണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയുന്നു, ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നു, സൈസ് കുറയുന്നു. എന്നാൽ ആനിയോൺ ഉണ്ടാകുന്നത് ഇലക്ട്രോൺ എടുത്തിട്ടാണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നു, ന്യൂക്ലിയസിൻ്റെ അതിന് മുകളിലുള്ള അട്രാക്ഷൻ അപ്പോഴെന്തെയും കുറയും, അപ്പോൾ സൈസ് കൂടും. അപ്പോൾ കാറ്റോണിൻ്റെ സൈസ് കുറവാണ്, ആനിയോണിൻ്റെ സൈസ് കൂടുതലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എന്തായാലും എഴുതും. അടുത്തായിട്ട് വരുന്നതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കളയുമ്പോൾ ആറ്റം ആവശ്യപ്പെടുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അത് മറക്കാതിരിക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഇലക്ട്രോൺ എടുക്കുമ്പോൾ ആറ്റം കളയുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന താഴോട്ട് വരുന്നതോറും എന്ത് സംഭവിക്കുന്നു? സൈസ് കൂടുന്നതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ കുറയുന്നു. അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതോറും അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു?
കൂടുന്നു. കാരണം എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയുകയാണ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് അട്രാക്ഷൻ കൂടുതലാണ്, അത്തരമൊരു ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാൻ കൂടുതൽ എനർജി വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്തോറും അയണിഷൻ എൻതാൽപ്പി വാല്യൂ കൂടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ റെഗുലറായിട്ട് അയണിഷൻ എൻതാൽപ്പി ഒരു പീരീഡിൽ കൂടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ 2 എക്സെപ്ഷണൽ കേസ് നമ്മൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തത് ബെർലിയത്തിൻ്റെയും ബോറോൻ്റെയാണ്, രണ്ടാമത്തത് നൈട്രജൻ്റെയും ഓക്സിജൻ്റെയുമാണ്. ആ കേസുകളൊന്ന് പ്രത്യേകം പഠിച്ചു വെക്കണം. അത് എക്സെപ്ഷണൽ കേസാണ്. ബെർലിയത്തിൻ്റെയും ബോറോണിൻ്റെയും കേസിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബോറോണിന് 2p നിന്നാണ് ഇലക്ട്രോൺ ലൂസ് ചെയ്യേണ്ടത്, എന്നാൽ ബെർലിയത്തിന് 2s എന്നാണ് ഇലക്ട്രോൺ ലൂസ് ചെയ്യേണ്ടത്. അവിടെ പെനിട്രേഷൻ പവർ വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. പെനിട്രേഷൻ പവർ കുറവാണ് ബോറോണ്, അതുകൊണ്ട് ബോറോണിന് എളുപ്പത്തിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബോറോണിൻ്റെ അയണിഷൻ എൻതാൽപ്പി വാല്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറയുന്നത്. അതുപോലെ നൈട്രജനും ഓക്സിജൻ എടുക്കുമ്പോൾ നൈട്രജന് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട്, ഓക്സിജന് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി കഴിഞ്ഞും ഒരധികം ഇലക്ട്രോൺ ഉണ്ട്. മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സ്റ്റേബിളായി നിൽക്കുന്ന ഒരു എലമെൻ്റാണ് നൈട്രജൻ. എന്നാൽ അത് കഴിഞ്ഞ് ഒരു എക്സസ് ഇലക്ട്രോണിൻ്റെ കേസാണ് ഓക്സിജൻ ഉള്ളത്. അതുകൊണ്ട് ഓക്സിജൻ വേഗം ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്സിജൻ്റെ അയണിഷൻ എൻതാൽപ്പി വാല്യൂ കുറയുന്നത്. ഈ 2 സ്പെഷ്യൽ കേസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അയണിഷൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അറ്റോമിക് സൈസ് അഫക്റ്റ് ചെയ്യും. അറ്റോമിക് സൈസ് കുറയുമ്പോൾ അയണിഷൻ എൻതാൽപ്പി വാല്യൂ കൂടും, അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണിഷൻ എൻതാൽപ്പി കുറയും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയണിഷൻ എൻതാൽപ്പി കൂടും, ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ അയണിഷൻ എൻതാൽപ്പി കുറയും. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആകുമ്പോൾ അയണിഷൻ എൻതാൽപ്പി കൂടും, സ്റ്റേബിൾ അല്ലെങ്കിൽ അയണിഷൻ എൻതാൽപ്പി കുറയും. തുടങ്ങിയ അയണിഷൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തായിട്ട് വരുന്നതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺ എടുക്കുമ്പോൾ കളയുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അവിടെ ഓർത്ത് വെക്കേണ്ടതാണ്, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ആൻ endothermic process, whereas second electron enthalpy is an first electron gain enthalpy is an exothermic process, whereas second electron gain enthalpy is an endothermic process. Why? ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഇലക്ട്രോൺ എടുക്കാൻ വേണ്ടിയിട്ട് എനർജി കളഞ്ഞിട്ട് ഇലക്ട്രോണിനെ എടുക്കും, എന്നാൽ സെക്കൻഡ് ഇലക്ട്രോൺ എടുക്കുമ്പോൾ ആ ഇലക്ട്രോണിന് തമ്മിലുള്ള ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസിന് കുറച്ച് എനർജി എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ആനോണിനകത്തേക്ക് വീണ്ടും ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എപ്പോഴും എനർജി എടുക്കുന്ന പ്രോസസ്സാണ്, എൻഡോതെർമിക് പ്രോസസ് ആണെന്ന് മറക്കാതിരിക്കുക. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ട്രെൻഡ് താഴോട്ട് വരുന്നതോറും സൈസ് കൂടുന്നതുകൊണ്ട് ഇലക്ട്രോൺ എടുക്കാനുള്ള താല്പര്യം കുറയും. അതുകൊണ്ട് താഴോട്ട് വരുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കുറവായിരിക്കും. അതുപോലെ ഇപ്പോൾ അക്രോസ് ദ പീരീഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ സൈസ് കുറയുന്നതുകൊണ്ട് ന്യൂക്ലിയസിന് അട്രാക്ഷൻ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൽ കൂടിക്കിടക്കുകയാണ്, വീണ്ടും ഇലക്ട്രോൺസിന് എടുക്കാം. അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കൂടുതലാണ്. ഓർക്കുക, അയണിഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി രണ്ടിൻ്റെയും പീരിയോഡിക് പ്രോപ്പർട്ടിയുള്ള ട്രെൻഡ് താഴോട്ടും ഇങ്ങോട്ടും സെയിം ആണ്, രണ്ടും സെയിം ആണെന്നുള്ളതാണ്. ഓപ്പോസിറ്റ് പ്രോസസ് ആണെങ്കിലും രണ്ടിൻ്റെയും ട്രെൻഡ് സെയിം ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക, മറക്കാതെ ഇരിക്കുക. അടുത്തതായിട്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഹാലജൻ ഫാമിലി എടുക്കുമ്പോൾ ഒരു എക്സെപ്ഷൻ കേസ് വരുന്നുണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ താഴോട്ട് വരുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കുറയുകയാണ് വേണ്ടത്, ക്ലോറിന് കുറയുകയാണ് വേണ്ടത്. പക്ഷേ ക്ലോറിന് കൂടുതലാണ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഫ്ലൂറിന് കുറവാണ് എന്തുകൊണ്ട്? അവിടെ പറയേണ്ടത് ഫ്ലൂറിന് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്മോൾ സൈസാണുള്ളത്, 2 ഷെല്ല് മാത്രമേ ഉള്ളൂ. എന്നാൽ ക്ലോറിൻ ആണെങ്കിൽ 1s2 2s2 2p6 3s2 3p5 എന്ന് പറയുന്ന 3rd ഷെല്ലും കൂടിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലിയ സൈസ് ഉള്ളത് കൊണ്ട് അവിടെയുള്ള ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി D ഷെല്ലൊക്കെ ഉള്ളതുകൊണ്ട് അവിടത്തേക്ക് ഇലക്ട്രോൺ വേഗത്തിൽ വരും. എന്നാൽ എഫിനടുത്തേക്ക് ഇലക്ട്രോൺ കുറച്ച് വരാൻ ബുദ്ധിമുട്ടാണ്, അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ് എന്ന കാര്യം എഴുതിക്കൊണ്ട് ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം കുറവുണ്ട്, ലെസ്സാണ്, ക്ലോറിന് കൂടുതലുണ്ട് എന്ന കാര്യം മെൻഷൻ ചെയ്യുക. അടുത്തായിട്ട് വരുന്നതാണ് ബാലൻസ്. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻ്റ് ആണ്, കൂടിച്ചേരാനുള്ള കഴിവാണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബാലൻസ് എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബാലൻസ് ഇലക്ട്രോൺ അറിഞ്ഞാൽ ബാലൻസ് കിട്ടുമെന്നുള്ളതാണ്. ബാലൻസ് ഇലക്ട്രോൺ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് ബാലൻസ് ഇലക്ട്രോൺ. കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ഇലക്ട്രോൺ കിട്ടും. ആ ബാലൻസ് ഇലക്ട്രോൺ 4 വരെയാണെങ്കിൽ ആ 4 വരെയുള്ള നമ്പർ തന്നെയാണ് ബാലൻസും. എന്നാൽ ബാലൻസ് ഇലക്ട്രോൺ 4ന് മേലെയാണെങ്കിൽ 8 - ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ലിഥിയം, അതുപോലെ ബെർലിയം, അതുപോലെ ബോറോൺ, അതുപോലെ കാർബൺ 1 2 3 4 തന്നെയാണ് ബാലൻസ് ഇലക്ട്രോൺ. അതുകൊണ്ട് ബാലൻസും 1 2 3 4 തന്നെയാണ്. എന്നാൽ നമ്മൾ അങ്ങോട്ട് നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ ഫ്ലൂറിനൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ബാലൻസ് ഇലക്ട്രോൺ 5 6 7 എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ 8 - 5 3 8 - 7 1 എന്ന രീതിയിലാണ് ബാലൻസ് ഇലക്ട്രോൺ വരിക. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി ബാലൻസിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്നതോറും ഒരു ഗ്രൂപ്പിൽ ബാലൻസ് ഇലക്ട്രോൺ സെയിം ആയതുകൊണ്ട് ബാലൻസ് റിമെയിൻ സെയിം. എന്നാൽ അക്രോസ് ദ പീരീഡ് ബാലൻസ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. പിന്നെ അടുത്ത് വരുന്നതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ്. അത് സൈസ് കുറയും തോറും കൂടുന്നു, സൈസ് കൂടുന്തോറും കുറയുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവസാനമായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് അനോമലസ് പ്രോപ്പർട്ടീസ് എന്നാൽ എന്ത്, ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാൽ എന്ത്, അത് റീസൺസും കാര്യമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അനോമലസ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് താഴെയുള്ള മറ്റ് എലമെൻറ്റുമായി
സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ് അനോമലസ് പ്രോപ്പർട്ടീസ്. ഒരേ ഗ്രൂപ്പിലായിട്ട് പോലും അതാണ് അനോമലസ് പ്രോപ്പർട്ടി. അതിന് കുറച്ച് റീസൺസ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ഡയഗണൽ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒന്നാമത്തെ മെമ്പർ സെക്കൻഡ് ഗ്രൂപ്പിൽ രണ്ടാമത്തെ മെമ്പറുമായിട്ട് ഡയഗണലായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നു. അറ്റോമിക് സൈസിലും അണുഷ എൻതാൽപ്പിയിലും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലും ഒക്കെ സിമിലാരിറ്റി വരുന്നതുകൊണ്ടാണ് ആ റിലേഷൻ വരുന്നത്. അതിനും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നെ വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പറയുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് പിന്നെ വ്യക്തത വരുത്താവുന്ന രീതിയിൽ സ്ലോ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പറയുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ, VCPR തിയറി, അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തുടക്കത്തിലേ തന്നെ ഇങ്ങനൊരു ചാനലിലൂടെ ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന രീതിയിൽ വൃത്തിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു, സ്പീഡ് കുറക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഏതായാലും എനിക്ക് അത്രത്തോളം പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് മാത്രം ഒരു 5% പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നന്നായി എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷയുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 5 മിനിറ്റ് എപ്പിസോഡ് ഞാൻ ഇതിന് ശേഷം ഇടും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു.